ഹൈ ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസിനെ പറ്റിയാണ്. ഞാൻ ആക്ച്വലി ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യാതെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ട്രേഡിങ് തുടങ്ങിയപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് നോക്കിയിട്ടാണ് ട്രേഡ് ചെയ്ത് ഓരോരോ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസും അങ്ങനത്തെ ഓരോ രീതിയിൽ ഞാൻ റിസർച്ച് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് അതിലൊന്നും വലിയ വിശ്വാസമില്ലാതെ എന്ന് തോന്നി. പിന്നെ ഞാൻ ന്യൂസ് ബേസ്ഡ് എനിക്ക് അതിൽ നിന്ന് കുറേ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൽ ഓവറായിട്ട് ട്രസ്റ്റ് ചെയ്യരുതെന്ന് എനിക്കൊരു ഫീൽ വന്നു. മാർക്കറ്റിനെ ഓവറായിട്ട് ട്രസ്റ്റ് ചെയ്യരുത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. പിന്നെ എനിക്ക് ആ പ്രായത്തിൽ ഇപ്പോൾ ആ ടൈമിൽ പിന്നെ ഞാൻ ന്യൂസ് ബേസ്ഡ് ട്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറേ നാൾ ന്യൂസ് ബേസ്ഡ് നോക്കി. രാത്രിക്ക് ഇരുന്ന് ന്യൂസ് വായിക്കലും അമേരിക്ക വായിക്കലും അമേരിക്കയിലെ മാർക്കറ്റ് വാച്ച് ചെയ്യലും അമേരിക്കയിലെ ന്യൂസ് നോക്കലും അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ കുറേ നാൾ ഫോളോ ചെയ്തു പോയത്. പിന്നെ എനിക്ക് തോന്നി അതിലും വലിയ കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റേതായ ഒരു പേഴ്സണൽ വ്യൂ മാർക്കറ്റിൽ എനിക്ക് എങ്ങനെയോ വന്നു. അങ്ങനെയാണ് ഞാനിപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നിലവിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മാർക്കറ്റ് ഒരാളുടെയും രീതിയിൽ പോകുന്ന ഒരു സാധനമല്ല. അപ്പോൾ ഈ ന്യൂസ് ആയാലും ശരി ടെക്നിക്കലായാലും ശരി ഇതൊക്കെ ഒരു മാനിപ്പുലേഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത്. ബാക്കിയുള്ളവരുടെ രീതി എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ വ്യൂ മാത്രം പറയുന്നതാണ്, എനിക്ക് തോന്നുന്ന കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നിഫ്റ്റിയെ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ ചാർട്ടല്ല ഞാൻ ആക്ച്വലി നോക്കുന്നത്. ഇപ്പോൾ നിഫ്റ്റി ഇപ്പോൾ 25,000 ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിഫ്റ്റിയുടെ 25,100 കോൾ ഓപ്ഷനോ അല്ലെങ്കിൽ 24,900 പുട്ട് ഓപ്ഷനോ ഞാൻ വാച്ച് ചെയ്യും. ആ ചാർട്ടാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ എനിക്ക് 2 വാച്ച് ഉണ്ടെങ്കിൽ ഏതോ അപ്സൈഡ് കിട്ടാൻ ചാൻസ് ഉള്ളതെന്ന് കുറച്ചെങ്കിലും പോയിൻറ്റ്സ് അപ്സൈഡ് കിട്ടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ എടുക്കാറ്. അതല്ലാതെ ഞാൻ വേറെ യാതൊരു ടെക്നിക്കലോ ന്യൂസ് ബേസ്ഡോ ആയിട്ട് ഞാൻ ഓവർ കോൺഫിഡൻസ് ആയിട്ട് മാർക്കറ്റിനെ ജഡ്ജ് ചെയ്യാറില്ല. ഒരുപാട് നേരം അങ്ങനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഞാൻ ഓവർനൈറ്റ് പൊസിഷൻസും ഹോൾഡ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ബാക്കി പലരും പല രീതിയിലായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. എൻ്റെ ഒരു അനുഭവം അങ്ങനെ ചെയ്തു പോകുമ്പോൾ എനിക്ക് നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയാണെന്നറിയില്ല, പറഞ്ഞു തരാനറിയില്ല. ഞാൻ അതുകൊണ്ട് ഒരു പ്രത്യേക സ്ട്രാറ്റജിയോ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഞാൻ ആകെ ലൈൻസ് ഒന്ന് വരച്ച് വയ്ക്കും, ആ ലെവൽസ് മറന്നു പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ എഴുതി വയ്ക്കും നോട്ട്സിൽ. ഇപ്പോൾ നാളെ ട്രേഡ് ചെയ്യണമെങ്കിൽ ഇന്ന് രാത്രി ഒക്കെ ഞാൻ നോക്കിയിട്ട് എഴുതി വയ്ക്കും ഇന്ന ലെവൽസ്, ഇന്ന സപ്പോർട്ട്, ഇന്ന റെസിസ്റ്റൻസ് എന്ന കാര്യം. ആ സ്ഥലത്ത് കിട്ടുവാണെങ്കിൽ ഞാൻ വാങ്ങും. ചിലപ്പോൾ അതിനടിയിലായിരിക്കും ചിലപ്പോൾ ഓപ്പൺ തന്നെ ആവുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ കേസിൽ ഞാൻ നോക്കാറില്ല. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ട്രേഡ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിൽ കമൻറ്റ് ഇട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതുവരെ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും അതുവരെ ബൈ ബൈ, ഹാപ്പി ട്രേഡിങ്.